സ്വരാക്ഷരങ്ങൾ എന്ന ഗ്രാമർ ഭാഗത്തു നിന്ന് PSC ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വർണ്ണം അല്ലാത്തത് ഏത്? ഉത്തരം ക. ക ഒരു വർണ്ണമല്ല. ഇതിനെ പിരിക്കാൻ കഴിയും, അതുകൊണ്ട് ഇത് അക്ഷരമാണ്. അപ്പോൾ വർണ്ണം എന്താണ്? പിരിക്കാൻ കഴിയാത്ത ശബ്ദത്തിൻ്റെ ഏറ്റവും ചെറിയ ധ്വനിയാണ്. ത എന്നത് പിരിക്കാൻ കഴിയില്ല. ഇവിടെ ആ, ഈ എന്നിവ സ്വരാക്ഷരമാണെങ്കിലും പിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവയും വർണ്ണമാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ അക്ഷരം ഏത്? ഉത്തരം തി. തി അക്ഷരമാണ്. വർണ്ണങ്ങൾ ചേർന്നതാണ് അക്ഷരം. ഇവിടെ തേ എന്ന വർണ്ണവും ഈ എന്ന വർണ്ണവും ചേർന്ന് തി എന്ന അക്ഷരം ഉണ്ടായി. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ചുട്ടെഴുത്ത് ഏതാണ്? ഉത്തരം ചൂണ്ടുന്ന എഴുത്ത്. അടുത്ത ചോദ്യം, അകലെയുള്ളതിനെ പരാമർശിക്കുന്ന ചുട്ടെഴുത്ത് ഏത്? ഉത്തരം ആ. ആ, ഈ, എ എന്നീ സ്വരാക്ഷരങ്ങളാണ് ചുട്ടെഴുത്ത്. ആ അകലെയുള്ളതിനെ പരാമർശിക്കുന്നു, ഈ അടുത്തുള്ളതിനെ പരാമർശിക്കുന്നു, എ ചോദ്യത്തെ പരാമർശിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വരാക്ഷരം ഏത്? ഉത്തരം ആ. സ്വയം ഉച്ചാരണക്ഷമമായ അക്ഷരമാണ് സ്വരാക്ഷരം. ഗ, ഇഖ എന്നിവ സ്വരസഹായത്തോടെ ഉച്ചരിക്കുന്ന വ്യഞ്ജന അക്ഷരങ്ങളാണ്. ഇർ എന്നത് ചില്ലക്ഷരമാണ്. സ്വരസഹായമില്ലാതെ ഉച്ചരിക്കുന്ന വ്യഞ്ജനമാണ് ചില്ലുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഹ്രസ്വക്ഷരം ഏത്? ഉത്തരം ആ. ഒരു മാത്ര കൊണ്ട് ഉച്ചരിക്കുന്ന സ്വരമാണ് ഹ്രസ്വം. ബാക്കിയുള്ളവ ഒന്നിലധികം മാത്ര എടുത്ത് ഉച്ചരിക്കുന്ന ദീർഘാക്ഷരങ്ങളാണ്. അടുത്ത ചോദ്യം, ഒന്നിലധികം മാത്ര എടുത്ത് ഉച്ചരിക്കുന്ന സ്വരം ഏത്? ഉത്തരം ദീർഘം. അനുസാരത്തിൻ്റെ ചിഹ്നം ഏത്? ഉത്തരം രണ്ടാമത്തത്, പൂജ്യം പോലെ ഇട്ടിരിക്കുന്ന ചിഹ്നം. ഉച്ചാരണത്തിൽ മകാരത്തോടാണ് സാദൃശ്യം വരുന്നത്, അതാണ് അനുസാരം. എന്നത് അനുസാരമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സിന്ധ്യാക്ഷരം അല്ലാത്തത് ഏതാണ്? ഉത്തരം ആ. ഇത് സമാന അക്ഷരമാണ്. അപ്പോൾ എന്താണ് സിന്ധ്യാക്ഷരം? രണ്ട് വ്യത്യസ്ത സ്വരങ്ങൾ ചേർന്നുണ്ടാകുന്ന അക്ഷരമാണ് സിന്ധ്യാക്ഷരം. ഉദാഹരണം, ആ പ്ലസ് ഉ സമം ഓ. ഓ സിന്ധ്യാക്ഷരമാണ്. ആ, ഇ, ഈ, ഉ, ഊ, എറു ഇവ സമാന അക്ഷരങ്ങളും. എ, ഐ, ഓ, ഔ എന്നിവ സിന്ധ്യാക്ഷരങ്ങളുമാണ്.